ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇനോർഗാനിക് കെമിസ്ട്രിയിലെ 3rd മൊഡ്യൂൾ ഇൻ്റർഹാലജൻ കോമ്പൗണ്ട്സിനെ കുറിച്ചാണ്. ഈ ഒരു പെർട്ടിക്കുലർ മൊഡ്യൂളിനകത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ വരുന്നത് ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗ്രൂപ്പ് 17 എലമെൻറ്റ്സ്, ദാറ്റ് ഈസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, അറ്റോമിക് സൈസ്, ഇലക്ട്രോൺ നെഗറ്റിവിറ്റി, ഇലക്ട്രോൺ അഫിനിറ്റി, അയണൈസേഷൻ എനർജി, സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ, oxidation states, and so on. Then electropositive character of iodine, anomalous behaviors of fluorine, general preparation and properties of interhalogen compounds and their structure, hybridization and reactivity, then structure of polyhalide ions and comparison of properties of halogens and pseudohalogens. ഇത്രയുമാണ് നമുക്ക് ഈ ഒരു മൊഡ്യൂളിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇപ്പോൾ ഗ്രൂപ്പ് 17 വരുന്ന എലമെൻറ്റ്സ് ആണ് ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ ആൻഡ് അസ്റ്റാറ്റിൻ. അപ്പോൾ ഇത്രയും എലമെൻറ്റ്സിനെ നമ്മൾ കളക്റ്റീവ്ലി വിളിക്കുന്നതാണ് ഹാലജൻസ് എന്നുള്ളത്. ഇപ്പോൾ ഗ്രൂപ്പ് 17 വരുന്ന എലമെൻറ്റ്സ് ആണ് ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ ആൻഡ് അസ്റ്റാറ്റിൻ. കളക്റ്റീവ്ലി ദീസ് എലമെൻറ്റ്സ് ആർ നൗൺ ആസ് ഹാലജൻസ്. ഹാലജൻസ് എന്നുള്ള നെയിം വന്നിരിക്കുന്നത് ഹാലോ ജീൻസ് എന്ന് പറയുന്ന 2 ഗ്രീക്ക് വേർഡിൽ നിന്നാണ്. ഹാലോ മീൻസ് സാൾട്ട് എന്നാണ്, ജീൻസ് മീൻസ് ബോൺ എന്നാണ്. അപ്പോൾ സാൾട്ട് ഫോമേഴ്സ് എന്നർത്ഥം വരുന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ഹാലജൻസ് എന്ന് പറയുന്ന ഒരു കളക്റ്റീവ് നെയിം ഫോം ചെയ്തിട്ടുള്ളത്. നമുക്ക് ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. ഗ്രൂപ്പ് 17 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഗ്രൂപ്പ് 17 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് NS2NP5 കോൺഫിഗറേഷനാണ്. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോൺസ് ആണുള്ളത്. അതുകൊണ്ട് തന്നെ NS2NP5 കോൺഫിഗറേഷനാണ് ഹാലജൻ ഫാമിലിയിലെ എല്ലാ എലമെൻസിനും ഉള്ളത്. അപ്പോൾ നമുക്കറിയാം നോബൽ ഗ്യാസ് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് NS2NP6 ആണ്. അതായത് ഒക്റ്ററ്റ് കംപ്ലീറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ക്ലോസ്ഡ് ഷെൽ കോൺഫിഗറേഷനാണ്. അപ്പോൾ നമ്മൾ ഹാലജൻ ഫാമിലിയിലെ എലിമെൻസിനെ കൺസിഡർ ചെയ്യുവാണെങ്കിൽ നോബൽ ഗ്യാസ് കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സിംഗിൾ ഇലക്ട്രോണിൻ്റെ ഷോർട്ടേജ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഹാലജൻസ് ആർ ഓൾവേസ് റെഡി ടു അക്സെപ്റ്റ് ആൻ ഇലക്ട്രോൺ ടു അക്വയർ നോബൽ ഗ്യാസ് കോൺഫിഗറേഷൻ. സോ ഹാലജൻസിന് ഒരു ഇലക്ട്രോണിന് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നോബൽ ഗ്യാസ് കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്യാൻ പറ്റും. അതുവഴി ഒരു എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഉണ്ടാവുകയും ചെയ്യും. So halogens are always ready to accept an electron to complete their octet. Okay. അപ്പം ഹാലജൻ ഫാമിലിയിലെ എല്ലാ എലിമെൻസിൻ്റെയും നോബൽ ഗ്യാസ് കോൺഫിഗറേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫ്ലൂറിന് വരുന്നത് 2s2 2p5 ആണ്. ക്ലോറിനിൽ വരുമ്പോഴത്തേക്കും നെക്സ്റ്റ് ഷെല്ലിലേക്ക് പോയി 3s2 3p5. അങ്ങനെ അസ്റ്റാറ്റിൻ വരുമ്പോഴത്തേക്കും 5d10 6s2 6p5. ഇവിടെ എന്ത് വന്നിട്ടുണ്ട്? ഒരു N-2 എഫ് ഷെല്ലും വന്നു, N-1 ഡി ഷെല്ലും വന്നിട്ടുണ്ട്. ഓക്കെ, അതായത് ഫ്ലൂറിൻ ടു അസ്റ്റാറ്റിൻ നോക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഡൗൺ ദ ഗ്രൂപ്പ് കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും അഡീഷണൽ ഷെല്ലുകൾ ആഡ് ചെയ്യപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് പ്രോപ്പർട്ടി എന്താണ്? അറ്റോമിക് സൈസ്. അറ്റോമിക് സൈസ് നമുക്കറിയാം. അറ്റോമിക് സൈസിൻ്റെ ജനറൽ ട്രെൻഡ് എന്ന് പറയുന്നത് ഡൗൺ ദി ഗ്രൂപ്പ് അറ്റോമിക് സൈസ് ഇൻക്രീസ് ചെയ്യും. ഇവിടെ കാണിച്ചിരിക്കുന്നത് പോലെ നമ്മൾ ഹാലജൻ ഫാമിലി അല്ലെങ്കിൽ ഗ്രൂപ്പ് 17 ഡൗൺ ദി ഗ്രൂപ്പ് നോക്കുമ്പോൾ ഫ്ലൂറിൻ ടു അസ്റ്റാറ്റിൻ നമ്മുടെ സൈസ് എന്ത് ചെയ്യുന്നുണ്ട്? കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ഇപ്പം റേഡിയസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഫ്ലൂറിന് 64 പൈക്കോമീറ്റർ മാത്രമാണുള്ളത്. എന്നാൽ ഏറ്റവും ഡൗൺ ദി ഗ്രൂപ്പിൽ വരുന്ന അസ്റ്റാറ്റിന് 140 പൈക്കോമീറ്ററാണ് അറ്റോമിക് റേഡിയസ് പറയുന്നത്. അപ്പോൾ ഡൗൺ ദി ഗ്രൂപ്പ് അറ്റോമിക് റേഡിയസ് ഇൻക്രീസ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് ക്വാണ്ടം ഷെൽസിൻ്റെ നമ്പർ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഡൗൺ ദ ഗ്രൂപ്പിലേക്ക് പുതിയ ഇലക്ട്രോൺസ് ആഡ് ചെയ്യപ്പെടുന്നത് ന്യൂലി ആഡഡ് ഷെല്ലുകളിലേക്കാണ്. അതുപോലെ തന്നെ ഇന്നർ ഇലക്ട്രോൺസിൻ്റെ ഷീൽഡിങ് വളരെയധികം കൂടുതലായിരിക്കും. ഡൗൺ ദി ഗ്രൂപ്പിലേക്ക് വരുമ്പോഴത്തേക്കും ഇന്നർ ഇലക്ട്രോൺസിൻ്റെ ഷീൽഡിങ് എഫക്റ്റ് കൂടുതലായിരിക്കും. അപ്പോൾ ഇവിടെ എക്സാമ്പിൾ നമ്മൾ അസ്റ്റാറ്റിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇവിടെ ഇന്നർ ഇലക്ട്രോൺസ് ആയിട്ട് എഫ് ഷെല്ലിലും ഇലക്ട്രോൺസ് വരുന്നുണ്ട്, ഡി ഷെല്ലിലും ഇലക്ട്രോൺസ് ഉണ്ട്. അയഡിൻ ആണെങ്കിൽ ഡി ഷെല്ലിൽ മാത്രമേ ഉള്ളൂ. അതുപോലെ ബ്രോമിൻ ആണെങ്കിലും ഡിയിൽ മാത്രമേ ഉള്ളൂ. ഇവിടെ നമ്മൾ ഫ്ലൂറിനും ക്ലോറിനും ഡി ഷെല്ലില്ല,
ഓക്കെ, അപ്പോൾ ബ്രോമിൻ, അയഡിൻ, അസ്റ്റാറ്റിൻ്റെ കേസുകളിൽ ഇന്നർ ഇലക്ട്രോൺസിൻ്റെ ഷീൽഡിംഗ് എഫക്റ്റ് വളരെയധികം പ്രൊനൗൺസ്ഡ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ഇന്നർ ഇലക്ട്രോൺസിൻ്റെ ഷീൽഡിംഗ് എഫക്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ അഡീഷണൽ ഷെല്ലുകൾ ആഡ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഡൗൺ ദി ഗ്രൂപ്പ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പം ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അല്ലേ, കാരണം നമ്പർ ഓഫ് പ്രോട്ടോൺസ് കൂടുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും അതിനനുസരിച്ച് ഷെല്ലുകളും കൂടുന്നുണ്ട്, കാരണം അവിടെ ആഡ് ചെയ്യപ്പെടുന്ന ഇലക്ട്രോൺസ് പുതിയ പുതിയ ഷെല്ലുകളിലേക്കാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഷെല്ലുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ന്യൂക്ലിയസിൽ നിന്നും ഔട്ടർമോസ്റ്റ് ഇലക്ട്രോണിലേക്കുള്ള അകലം കൂടും, അല്ലെങ്കിൽ ഔട്ടർമോസ്റ്റ് ഇലക്ട്രോണും ന്യൂക്ലിയസും തമ്മിലുള്ള അട്രാക്ഷൻ വളരെ കുറവായിരിക്കും. മാത്രമല്ല ഇവിടെ ഇന്നർ ഇലക്ട്രോൺസിൻ്റെ ഷീൽഡിംഗ് എഫക്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഔട്ടർമോസ്റ്റ് ഷെല്ലുകളെ ഇന്നർ ഷെല്ലുകൾ ഹിൻഡർ ചെയ്യും, ന്യൂക്ലിയസിൽ നിന്നും ഹിൻഡർ ചെയ്യും. സോ ന്യൂക്ലിയസിന് എല്ലാ ഇലക്ട്രോൺസിനെയും കൂടെ ന്യൂക്ലിയസിൻ്റെ അടുത്തേക്ക് പുള്ള് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി കുറയും. അതുകൊണ്ട് തന്നെ ഷ്രിങ്കിങ് എഫക്റ്റ് അവിടെ കുറവായിരിക്കും. സോ അറ്റോമിക് സൈസ് ഡൗൺ ദി ഗ്രൂപ്പ് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ന്യൂക്ലിയർ ചാർജ് അവിടെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, പക്ഷേ അവിടെ ഹൈലി പ്രൊനൗൺസ്ഡ് ആയിട്ട് ഇന്നർ ഇലക്ട്രോൺസിൻ്റെ ഷീൽഡിംഗ് എഫക്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ ന്യൂലി ആഡഡ് ക്വാണ്ടം ഷെൽസും ഉണ്ട്. അതുകൊണ്ട് തന്നെ ന്യൂക്ലിയസിന് ഷെല്ലുകളെ പിടിച്ചു വലിക്കാനുള്ള ഒരു കപ്പാസിറ്റി കുറവായിരിക്കും, അതുകൊണ്ട് തന്നെ ഷ്രിങ്കേജ് കുറവായിരിക്കും. സോ അറ്റോമിക് സൈസ് ഡൗൺ ദി ഗ്രൂപ്പ് ഇൻക്രീസ് ചെയ്യും. എന്നാൽ എലോങ് പീരീഡ് ഹാലജൻസിൻ്റെ സൈസ് എന്തായിരിക്കും, കുറവായിരിക്കും. ഇപ്പോൾ നമ്മൾ സെക്കൻഡ് പീരീഡ് എടുക്കാം, ലിഥിയം ടു ഫ്ലൂറിൻ നോക്കുകയാണെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ പീരീഡിൽ ഫ്ലൂറിനായിരിക്കും സൈസ് കുറവ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് പ്രോപ്പർട്ടി അയണൈസേഷൻ എനർജിയാണ്. അയണൈസേഷൻ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ന്യൂക്ലിയസിൽ നിന്നും ലൂസ്ലി ബൗണ്ടഡ് ആയിട്ടുള്ള ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യിക്കാൻ ആവശ്യമായിട്ടുള്ള എനർജിയാണ് അയണൈസേഷൻ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഹാലജൻസിൻ്റെ കേസിൽ നമുക്കറിയാം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് NS2Np5 ആണ്. NS2Np5 ആണ്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ ഇവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യും, നോബൽ ഗ്യാസ് കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്യും. അപ്പോൾ ഈ ഹാലജനിൽ നിന്നും ഒരു ഇലക്ട്രോണിന് അല്ലെങ്കിൽ ന്യൂക്ലിയസിൽ നിന്നും ലൂസ്ലി ബൗണ്ടഡ് ആയിട്ടുള്ള ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യുക എന്ന് പറയുന്നത് വെരി വെരി ഡിഫിക്കൽട്ട് ടാസ്ക്കാണ്. കാരണം ഒരു ഇലക്ട്രോണിനെ എവിടുന്നെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഹാലജൻസിന് നോബൽ ഗ്യാസ് കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്യാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് തന്നെ നിലവിലുള്ള ഇലക്ട്രോൺസിനെ അവർ നഷ്ടപ്പെടുത്താൻ ഒരിക്കലും തയ്യാറല്ല. സോ അയണൈസേഷൻ എനർജി പെർട്ടിക്കുലർ ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വേണ്ടി വരുന്നത് ആർക്കായിരിക്കും, ഹാലജൻസിനായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എലോങ് എ പീരീഡ് അയണൈസേഷൻ എനർജി ഇൻക്രീസസ്. ഒരു കറസ്പോണ്ടിങ് പീരീഡ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ആൽക്കലി മെറ്റൽസിനായിരിക്കും ഏറ്റവും കുറവ് അയണൈസേഷൻ എനർജി വേണ്ടത്. ഹാലജൻസിനും നോബൽ ഗ്യാസിനും കമ്പയറേറ്റീവ്ലി ഹയർ അയണൈസേഷൻ എനർജി നീഡഡ് ആണ്. ഡൗൺ ദി ഗ്രൂപ്പ് കൺസിഡർ ചെയ്യുകയാണെങ്കിലോ അയണൈസേഷൻ എനർജി ഡിക്രീസസ് ഡൗൺ ദി ഗ്രൂപ്പ് ഡ്യൂ ടു ഡിക്രീസ് ഇൻ അറ്റോമിക് റേഡിയസ്. അപ്പം ഡൗൺ ദി ഗ്രൂപ്പിൽ വരുന്ന പ്രത്യേകത എന്താണ്, ഡൗൺ ദി ഗ്രൂപ്പ് വരുമ്പോഴത്തേക്കും നമുക്കറിയാം ഫ്ലൂറിൽ നിന്നും അസ്റ്റാറ്റിനിലേക്ക് പോകുമ്പോഴത്തേക്കും അറ്റോമിക് റേഡിയസ് ഇൻക്രീസ് ചെയ്യും. ഫ്ലൂറിന് വളരെ ചെറിയൊരു അറ്റോമിക് റേഡിയസ്, അതായത് 64 പൈക്കോമീറ്റർ മാത്രമാണ് ഫ്ലൂറിൻ്റെ അറ്റോമിക് റേഡിയസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ന്യൂക്ലിയസും ഫ്ലൂറിൻ്റെ ഔട്ടർമോസ്റ്റ് ഇലക്ട്രോണും തമ്മിൽ കുറച്ചുകൂടെ അട്രാക്ഷൻ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ആ ഒരു അട്രാക്റ്റഡ് ആയിട്ടുള്ള ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യിക്കാൻ വേണ്ടി കൂടുതൽ സൈസ് കുറവല്ലേ, അപ്പോൾ കൂടുതൽ എനർജി നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഏകദേശം 1681 kJ/mol ഫ്ലൂറിൻ്റെ അയണൈസേഷൻ എനർജി വരുന്നത്. എന്നാൽ നേരെ മറിച്ച് അസ്റ്റാറ്റിനിലേക്ക് വരുമ്പോഴത്തേക്കും എക്സ്ട്രാ ഷെല്ലുകളുണ്ട്, ഒരുപാട് ഷെല്ലുകളുണ്ട്, ഇലക്ട്രോണിന് ചുറ്റും ഒരുപാട് ഷെല്ലുകളുണ്ട്. അപ്പോൾ ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺ എന്ന് പറയുന്നത് ന്യൂക്ലിയസിൽ നിന്നും ഫാർദർ എവേ ആണ്. അതുകൊണ്ട് തന്നെ ന്യൂക്ലിയസും ഔട്ടർമോസ്റ്റ് ഷെൽ ഇലക്ട്രോണും തമ്മിൽ വലിയ രീതിയിലുള്ള അട്രാക്ഷനൊന്നും ഉണ്ടാവുന്നില്ല. സോ അതിനെ റിമൂവ് ചെയ്യിക്കാൻ വേണ്ടി കുറച്ചുകൂടി ഈസിയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് എനർജി കൊടുത്താൽ മതിയാവും. ദാറ്റ് ഈസ് 912 kJ/mol ആണ് അസ്റ്റാറ്റിൻ്റെ അയണൈസേഷൻ എനർജി വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട രണ്ട് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എലോങ് എ പീരീഡ് അയണൈസേഷൻ എനർജി ഇൻക്രീസസ്, എന്നാൽ ഡൗൺ ദി ഗ്രൂപ്പ് ionization energy decreases. Along a period ionization energy increases,
down the group ionization energy decreases. Okay. അപ്പോൾ ഈ അയണൈസേഷൻ എനർജി ഡൗൺ ദി ഗ്രൂപ്പ് ഡിക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, ഡൗൺ ദി ഗ്രൂപ്പിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ പറഞ്ഞിട്ടുണ്ട് അഡീഷണൽ ഷെല്ലുകൾ ആഡ് ചെയ്യപ്പെടുന്നുണ്ട്, ക്വാണ്ടം ഷെൽസ് എക്സ്ട്രാ ആഡ് ചെയ്യപ്പെടുന്നു. അപ്പോൾ ഇവിടെയുള്ള ഇന്നർ ഇലക്ട്രോൺസിൻ്റെ ഒക്കെ ഒരു ഷീൽഡിങ് എഫക്റ്റ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിന് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഇന്നർ ഇലക്ട്രോൺസ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിനെ ന്യൂക്ലിയസിൽ നിന്നും ഹിൻഡർ ചെയ്ത് നിർത്തും. അതുകൊണ്ട് തന്നെ ഒരു അട്രാക്റ്റീവ് പുൾ കുറവായിരിക്കും. സോ ഇവിടെയുള്ള ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യിക്കാൻ വേണ്ടി വളരെ കുറഞ്ഞ എമൗണ്ട് ഓഫ് എനർജി നമുക്ക് കൊടുത്താൽ മതി. ദാറ്റ് ഇസ് വൈ ഡൗൺ ദി ഗ്രൂപ്പ് അയനൈസേഷൻ എനർജി ഗ്രാജുവലി ഡിക്രീസസ്. ഓക്കെ. നെക്സ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇലക്ട്രോൺ അഫിനിറ്റി ആണ്. ഇലക്ട്രോൺ അഫിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ്, ഇറ്റ് ഈസ് ദ ട്രെമെൻഡസ് കപ്പാസിറ്റി ഓഫ് എൻ എലമെൻറ്റ് ടു അക്സെപ്റ്റ് ഇലക്ട്രോൺ. ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു എലമെൻറ്റിൻ്റെ ഒരു കപ്പാസിറ്റി അല്ലെങ്കിൽ ഇലക്ട്രോണിനോടുള്ള അതിൻ്റെ ഒരു അഫെക്ഷനാണ് ഇലക്ട്രോൺ അഫിനിറ്റി സൂചിപ്പിക്കുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് നോക്കാം. ഹാലജൻസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പം ഏറ്റവും കൂടുതൽ ഇലക്ട്രോൺ അഫിനിറ്റി വരുന്നത് ആർക്കാ? ഇലക്ട്രോൺ അഫിനിറ്റി ഇൻ കിലോ ജൂൾ പെർ മോൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ഹയസ്റ്റ് വരുന്നത് ക്ലോറിനാണ്. ഓക്കെ. അപ്പോൾ അവിടെ നമുക്കൊരു റെഗുലർ ട്രെൻഡ് ഒബ്സർവ് ചെയ്യാൻ വേണ്ടി കഴിയില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം പീരിയോഡിക് ടേബിളിൽ തന്നെ മോസ്റ്റ് ഇലക്ട്രോൺ നെഗറ്റീവ് ആയിട്ടുള്ള ആളായിരുന്നു ആര്? ഫ്ലൂറിൻ എന്ന് പറയുന്നത്. പക്ഷേ ഇലക്ട്രോൺ അഫിനിറ്റി എന്ന് പറയുന്ന ടേമും ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ന് പറയുന്ന ടേമും തമ്മിൽ ചെറിയൊരു ഡിഫറൻസ് വരുന്നുണ്ട്. ഇലക്ട്രോൺ അഫിനിറ്റി ഈസ് എ ടേം റിലേറ്റഡ് ടു എനർജിയാണ്. ഓക്കെ. നമ്മളൊരു ഇലക്ട്രോണിനെ ആഡ് ചെയ്യുമ്പം അവിടെ റിലീസ് ചെയ്യപ്പെടുന്ന ഒരു എനർജീനെയാണ് ഇലക്ട്രോൺ അഫിനിറ്റി കൊണ്ട് നമ്മൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മളുടെ കേസിൽ ഫ്ലൂറിന് എന്തുകൊണ്ട് ഇലക്ട്രോൺ അഫിനിറ്റി കുറഞ്ഞു, അല്ലെങ്കിൽ ഫ്ലൂറിൻ്റെ ഇലക്ട്രോൺ അഫിനിറ്റി എന്തുകൊണ്ട് ഡിക്രീസ് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ വരുന്നത് നമുക്ക് 2 റീസൺസാണ് വരുന്നത്. സാധാരണഗതിയിൽ നമ്മളെങ്ങനെ പറയാം, ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഡൗൺ ദി ഗ്രൂപ്പ് കുറയുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഡൗൺ ദി ഗ്രൂപ്പ് കുറയുകയാണ് ചെയ്യുന്നത്. മോസ്റ്റ് ഇലക്ട്രോൺ നെഗറ്റീവ് വരുന്നത് ഫ്ലൂറിനാണ് അല്ലേ? പക്ഷേ ഇലക്ട്രോൺ അഫിനിറ്റി അല്ലെങ്കിൽ കപ്പാസിറ്റി ടു അക്സെപ്റ്റ് ഇലക്ട്രോൺ അല്ലെങ്കിൽ ഇലക്ട്രോണിനോടുള്ള അഫെക്ഷൻ കൂടുതൽ വരുന്നത് ആർക്കാണ്? ക്ലോറിനാണ്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത്, ഫ്ലൂറിൻ്റെ കേസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഫ്ലൂറിൻ്റെ കോൺഫിഗറേഷൻ നമുക്കറിയാം. എന്താണ്? 2s2 ഫ്ലൂറിൻ്റെ കോൺഫിഗറേഷൻ വരുന്നത് 2s2 2p5 ആണ്. 2s2 2p5 ആണ്. അതുപോലെ ക്ലോറിൻ്റെ കോൺഫിഗറേഷൻ വരുന്നത് 3s2 3p5 ആണ്. ഓക്കെ. രണ്ടിലും ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസ് വന്നിരിക്കുന്നത് പി സബ്ഷെല്ലിനകത്താണ്. പക്ഷേ ഫ്ലൂറിൻ്റെ കേസിൽ 2p ആണ്, ഇവിടെ 3p ആണ്. രണ്ടിലും ഡി സബ്ഷെല്ലുകളുടെ അവൈലബിലിറ്റി ഇല്ല. ഇപ്പോൾ ഫ്ലൂറിൻ്റെ കേസിൽ നമ്മളൊരു ഇലക്ട്രോണിനെ കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ 2pയിലേക്കാണ് ആഡ് ചെയ്യുന്നത്. ക്ലോറിൻ്റെ കേസിൽ നമ്മൾ 3pയിലേക്കാണ് ആഡ് ചെയ്യുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫ്ലൂറിൻ എന്ന് പറയുന്നത് 2p സബ്ഷെല്ലിലാണ് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ ഉള്ളത്. അപ്പോൾ ഒരു ഇലക്ട്രോണിനെ കൂടെ നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ അത് 2pയിലേക്കാണ്. അപ്പോൾ 2p എന്ന് പറയുന്നത് സൈസ് വൈസ് കുറച്ചുകൂടെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു ഡംബൽ ഷേപ്പ് സ്ട്രക്ചറാണ്. അപ്പോൾ ഈ 2pയിലേക്ക് ഇലക്ട്രോണിനെ ആഡ് ചെയ്യുമ്പം ഈ 6 ഇലക്ട്രോൺസും കൂടെ ഈ ഇലക്ട്രോണിൻ്റെ ക്ലൗഡുകൾ കുറച്ച് ക്ലോസ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അവിടെ ആ ഒരു ചെറിയൊരു സ്മോൾ റീജിയൻ ഓഫ് സ്പേസിൽ ഇലക്ട്രോൺ റിപ്പൾഷൻ എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. അപ്പോൾ ഫ്ലൂറിൻ്റെ കേസിൽ 3p അപേക്ഷിച്ച് 2p എന്ന് പറയുന്ന സബ്ഷെല്ല് വളരെ സ്മോളാണ്, എക്സ്ട്രീംലി സ്മോളാണ്, അല്ലെങ്കിൽ വെരി കോമ്പാക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ 2pയിലേക്ക് നമ്മളൊരു അഡീഷണൽ ഇലക്ട്രോൺ ആഡ് ചെയ്യുമ്പം അവിടെ എക്സ്പീരിയൻസ് ചെയ്യപ്പെടുന്ന ഇലക്ട്രോൺ റിപ്പൾഷൻ എന്ന് പറയുന്നത് വെരി ഹൈ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഫ്ലൂറിൻ്റെ സ്റ്റെബിലിറ്റിയെ അത് അഫക്റ്റ് ചെയ്യും. സോ ഫ്ലൂറിൻ എന്ത് ചെയ്യുന്നില്ല, ഇലക്ട്രോൺ അഫിനിറ്റി അതുകൊണ്ട് തന്നെ വളരെ കുറച്ചേ കാണിക്കുന്നുള്ളൂ. എന്നാൽ നമ്മൾ ക്ലോറിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ക്ലോറിൻ്റെ ഇലക്ട്രോൺ അഫിനിറ്റി 348 കിലോ ജൂൾ പെർ മോൾ വന്നിട്ടുണ്ട്. ക്ലോറിൻ്റെ കേസിൽ നമ്മൾ ഈ 3p എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ഒരു ലാർജർ സ്പേസ് ഉണ്ട്. 3p സബ്ഷെല്ലിനകത്ത് ഒരു ലാർജർ സ്പേസ് ആണ്. ഒരു എക്സ്ട്രാ അഡീഷണൽ ഇലക്ട്രോണിനെ കൂടെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ അവിടെ പ്രൊനൗൺസ്ഡ് ആയിട്ടുള്ളൊരു റിപ്പൾഷൻ എഫക്റ്റ് വരുന്നില്ല. കമ്പാരിറ്റീവ്ലി ഇലക്ട്രോൺ റിപ്പൾഷൻ 3pയിൽ എന്താണ്, കുറവാണ്. അതുകൊണ്ട് തന്നെ
ഇലക്ട്രോണിനെ കൂടുതലായും അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കാണിക്കുന്നത്, അല്ലെങ്കിൽ ഇലക്ട്രോൺ അഫിനിറ്റി മോർ ആയിട്ട് വരുന്നത് ക്ലോറിനാണ്. അപ്പോൾ ജനറലി നമുക്ക് എന്ത് പറയാം, ഇലക്ട്രോൺ അഫിനിറ്റി ഡൗൺ ദി ഗ്രൂപ്പ് ഡിക്രീസ് ചെയ്യാമെന്ന് പറയാം. പക്ഷേ ഇലക്ട്രോൺ അഫിനിറ്റി ഓഫ് ക്ലോറിൻ ഈസ് ഗ്രേറ്റർ ദാൻ ഇലക്ട്രോൺ അഫിനിറ്റി ഓഫ് ഫ്ലോറിൻ. ഇപ്പോൾ ഇലക്ട്രോൺ അഫിനിറ്റിയുടെ ഒരു ഓർഡർ നമ്മൾ പറയുകയാണെങ്കിൽ ഏറ്റവും പീരിയോഡിക് ടേബിളിൽ തന്നെ മോസ്റ്റ് ഇലക്ട്രോൺ അഫിനിറ്റി കാണിക്കുന്ന എലമെൻറ്റ് എന്ന് പറയുന്നത് ക്ലോറിനാണ്. ഇപ്പോൾ ഇലക്ട്രോൺ അഫിനിറ്റിയുടെ ഓർഡർ എന്ന് പറയുന്നത് എന്താ? ക്ലോറിൻ, then fluorine, then bromine, then iodine, then astatine. ഓക്കെ, അതാണ് ഇലക്ട്രോൺ അഫിനിറ്റിയുടെ ഓർഡർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന പ്രോപ്പർട്ടി ഇലക്ട്രോ നെഗറ്റിവിറ്റിയാണ്. ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം, പീരിയോഡിക് ടേബിളിൽ തന്നെ മോസ്റ്റ് ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ആരാണ്? ഹാലജൻസ് ആണ്. ഓരോ കറസ്പോണ്ടിങ് പീരീഡ് എടുത്തു കഴിഞ്ഞാലും ഹാലജൻ ഫാമിലിയാണ് മോസ്റ്റ് ഇലക്ട്രോ നെഗറ്റീവായി വരുന്നത്. അപ്പോൾ പീരിയോഡിക് ടേബിളിൽ ഏറ്റവും ഹയസ്റ്റ്, അതായത് ഫ്ലൂറിൻ ആണ് പീരിയോഡിക് ടേബിളിൽ തന്നെ മോസ്റ്റ് ഇലക്ട്രോ നെഗറ്റീവായിട്ട് വരുന്ന എലമെൻറ്റ്. ഫ്ലൂറിൻ്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി അക്കോർഡിംഗ് ടു പോളിംഗ് സ്കെയിൽ വന്നിരിക്കുന്നത് എത്രയാണ്? 4 ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഫ്ലൂറിൻ്റെ കേസിൽ ഹാലജൻസിനാണ്. ഹാലജൻസ് ഹാവ് വെരി ഹൈ ഇലക്ട്രോൺ നെഗറ്റിവിറ്റീസ് കമ്പയർഡ് ടു ഗ്രൂപ്പ് 16, 15 ആൻഡ് സോ ഓൺ. അപ്പോൾ പീരിയോഡിക് ടേബിളിൽ തന്നെ ഓരോ കറസ്പോണ്ടിങ് പീരീഡ് എടുത്തു കഴിഞ്ഞാലും ആ ഒരു കറസ്പോണ്ടിങ് പീരീഡിലെ ഹാലജൻസിനായിരിക്കും മോസ്റ്റ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഉണ്ടാവുന്നത്. അപ്പോൾ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. ഈ വാല്യൂസ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഡൗൺ ദി ഗ്രൂപ്പ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ത് ചെയ്യുന്നുണ്ട്? ഡിക്രീസ് ചെയ്യുന്നുണ്ട്. ഡൗൺ ദ ഗ്രൂപ്പ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഡിക്രീസ് ചെയ്യാണ് ചെയ്യുക. ഫ്ലോറിൻ ടു അസ്റ്റാറ്റിൻ നോക്കുകയാണെങ്കിൽ തന്നെ 4ൽ നിന്നും 2.2ലേക്ക് ഡിക്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡൗൺ ദി ഗ്രൂപ്പ് നമ്മൾ നോക്കുമ്പം എക്സ്ട്രാ ഷെല്ലുകൾ ആഡ് ചെയ്യപ്പെടും. അതുകൊണ്ട് തന്നെ ഇന്നർ ഇലക്ട്രോൺസിൻ്റെ ഷീൽഡിങ് എഫക്റ്റും കൂടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇലക്ട്രോൺ അട്രാക്റ്റിംഗ് ടെൻഡൻസി ഡൗൺ ദി ഗ്രൂപ്പിൽ ഡിക്രീസ് ചെയ്യും. ഓക്കെ, നമ്മളിതിൻ്റെ ഇലക്ട്രോ പോസിറ്റീവ് ക്യാരക്ടർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇലക്ട്രോ പോസിറ്റീവ് ക്യാരക്ടർ ഡൗൺ ദി ഗ്രൂപ്പിലേക്ക് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഇപ്പോൾ നമ്മൾ ഫ്ലൂറിൻ ടു അസ്റ്റാറ്റിൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിൽ ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ ഇവയെല്ലാം എന്താണ്? നോൺ മെറ്റൽസ് ആണ്. നോൺ മെറ്റൽസ് അല്ലെങ്കിൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതൽ കാണിക്കുന്ന ആൾക്കാരാണ്. എന്നാൽ ഇതിൽ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള എലമെൻറ്റ് അല്ലെങ്കിൽ സൈസ് വൈസ് ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള അസ്റ്റാറ്റിൻ സം മെറ്റാലിക് ക്യാരക്ടർ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അസ്റ്റാറ്റിന് ഹൈ റേഡിയോ ആക്ടിവിറ്റിയും നമുക്ക് ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നെക്സ്റ്റ് പ്രോപ്പർട്ടിയാണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ്. ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഹാലജൻസ് വേരിയസ് ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ കാണിക്കുന്നുണ്ട്. ഇതിൽ ഫ്ലൂറിൻ മാത്രം ഒരു സിംഗിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുള്ളൂ. കാരണം ഫ്ലൂറിനാണ് പീരിയോഡിക് ടേബിളിൽ തന്നെ ഏറ്റവും മോസ്റ്റ് ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള എലമെൻ്റ് എന്ന് പറയുന്നത്. സോ ഫ്ലൂറിൻ ഇസ് ഓൾവേസ് ഷോസ് എ മൈനസ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ദാറ്റ് ഈസ് -1 സ്റ്റേറ്റ്. ഫ്ലൂറിൻ എപ്പോഴും ഒരു മൈനസ് ചാർജ് ആയിരിക്കും അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ചാർജ് ആയിരിക്കും കാണിക്കുന്നത്. ഏറ്റവും ഇലക്ട്രോൺ നെഗറ്റീവ് ആയിട്ടുള്ളതാണ്. കാറ്റയോണായിട്ട് ഒരിക്കലും പെർഫോം ചെയ്യാനേ പറ്റത്തില്ല. ഇപ്പോൾ ഫ്ലൂറിൻ എപ്പോഴും -1 ചാർജാണ് കാണിക്കുന്നത്. അത് നമ്മൾ ബാക്കിയുള്ളത് ക്ലോറിൻ ആണെങ്കിലും ബ്രോമിൻ ആണെങ്കിലും അയഡിൻ ആണെങ്കിലും ഒക്കെ പോസിറ്റീവ് ചാർജും കാണിക്കുന്നുണ്ട്, നെഗറ്റീവ് ചാർജും കാണിക്കാറുണ്ട്. അപ്പം വേരിയസ് കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വേരിയസ് ഓക്സിഡേഷൻ സ്റ്റേറ്റും ഫ്ലൂറിൻ ഒഴികെയുള്ള ബാക്കിയുള്ള ഹാലൈറ്റ്സ് വേരിയസ് ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബോണ്ട് എനർജി എന്ന് പറയുന്ന പ്രോപ്പർട്ടിയാണ്. ബോണ്ട് എനർജി ഹാലജൻസിൻ്റെ കേസിൽ നമുക്ക് ബോണ്ട് ഡിസോസിയേഷൻ എനർജി എന്ന ഒരു ടേമായിട്ട് കൺസിഡർ ചെയ്യാൻ വേണ്ടി കഴിയും. നമുക്കറിയാം ഹാലജൻസ് ജനറലി ഡയറ്റോമിക് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ X2 ഫോമിലാണ്. ഇപ്പോൾ F2, Cl2, Br2, I2 ഇതുപോലെ ഡയാറ്റോമിക് സ്റ്റേജിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കറസ്പോണ്ടിങ് ഡയാറ്റോമിക് ഫോമിൽ നിന്ന് ഇതിനെ
മോണോ അറ്റോമിക് ആയിട്ട് നമുക്ക് ഡിസോസിയേറ്റ് ചെയ്യാനുള്ള ഒരു പെർട്ടിക്കുലർ എനർജീനെയാണ് നമ്മൾ ഡിസോസിയേഷൻ എനർജി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇവിടെ EFF ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ആ ഒരു എനർജിയാണ് നമ്മുടെ ഡിസോസിയേഷൻ എനർജി. അതുമായി അസോസിയേറ്റ് ചെയ്ത് വരുന്ന എൻതാൽപ്പി ചേഞ്ച് ആണ് ഡിസോസിയേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഹാലജൻസ് അല്ലെങ്കിൽ 2 ഹാലൈഡ്സ് അയോൺ തന്നെ ഫോം ചെയ്തിട്ടുള്ള ഒരു പെർട്ടിക്കുലർ കോവാലൻ്റ് ബോണ്ടിനെ ബ്രേക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു എനർജിയാണ് നമ്മൾ ബോണ്ട് ഡിസോസിയേഷൻ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ബോണ്ട് ഡിസോസിയേഷൻ എനർജിയുടെ ഒരു ജനറൽ ട്രെൻഡ് എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. ഡൗൺ ദി ഗ്രൂപ്പ് എന്താ ചെയ്യുന്നത്? ഡൗൺ ദി ഗ്രൂപ്പ് ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചേ, ഫ്ലൂറിൻ്റെ ബോണ്ട് ഡിസോസിയേഷൻ എനർജി എന്ന് പറയുന്നത് 158.8 ആണ്. അതായത് ബ്രോമിൻ്റെ ബോണ്ട് ഡിസോസിയേഷൻ എനർജിയെക്കാട്ടിലും കുറവാണ്. നമുക്ക് ജസ്റ്റ് ക്ലോറിൻ ടു അയഡിൻ അല്ലെങ്കിൽ Cl2 കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ ട്രെൻഡ് നമുക്ക് പറയാം. അതായത് ഡൗൺ ദി ഗ്രൂപ്പ് ബോണ്ട് ഡിസോസിയേഷൻ എനർജി ഡിക്രീസ് ചെയ്യുന്നു എന്ന് പറയാം. പക്ഷേ ഫ്ലൂറിൻ ഇവിടെ ഒരു എക്സെപ്ഷണൽ കേസാണ്. കാരണം ബ്രോമിനെക്കാട്ടിലും ഡിസോസിയേഷൻ എനർജി കുറച്ച് മതി ആർക്ക്? ഫ്ലൂറിന്. ഓക്കെ, അപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഹാലൈഡ്സ് ഡയറ്റോമിക് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. സോ ഈ ഒരു X2 ബോണ്ടിനെ ബ്രേക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു എനർജിയാണ് ഡിസോസിയേഷൻ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ ഈ FF ബോണ്ട് വീക്കർ ആവാനുള്ള കാരണം നമുക്കറിയാം. ഫ്ലൂറിൻ എന്ന് പറയുന്നത് വെരി സ്മോൾ സൈസ്ഡ് ആയിട്ടുള്ള ഒരു എലമെൻ്റ് ആണ്. ആൻഡ് ഫ്ലൂറിനിലെ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ ക്ലൗഡ് വരുന്നത് 2p ഷെല്ലിലേക്കാണ്. അപ്പോൾ 2 ഫ്ലൂറിൻ വരുമ്പോഴത്തേക്കും അവിടെ ഇലക്ട്രോൺ ക്ലൗഡ്സ് അല്ലെങ്കിൽ ലോൺ പെയർസ് ഓഫ് ഇലക്ട്രോൺസ് വെരി ക്ലോസ് ടു ഈച്ച് അതർ ആയിരിക്കും. അപ്പോൾ അവിടെ വലിയ രീതിയിലുള്ള റിപ്പൾഷൻ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ F2ൽ റിപ്പൾഷൻ ഉള്ളത് കൊണ്ട് തന്നെ അതിനൊരു അൺസ്റ്റെബിലിറ്റി ഉണ്ടാവും. അപ്പോൾ അൺസ്റ്റെബിലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ഈ F2 എന്താണ് ബ്രേക്ക് ചെയ്യാൻ, അതായത് ഓൾവേസ് ആ ഒരു ബോണ്ട് എന്ന് പറയുന്നത് അൺസ്റ്റെബിലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ലോൺ പെയർ റിപ്പൾഷൻ, ഇലക്ട്രോൺ റിപ്പൾഷൻ കാരണം ഫ്ലൂറിൻ എന്ന് പറയുന്നത് വെരി സ്മോൾ സൈസ്ഡ് ആയിട്ടുള്ള ഒരു എലമെൻ്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഫ്ലൂറിനിൽ ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ഇലക്ട്രോൺ ക്ലൗഡുകൾ, 2 ഫ്ലൂറിനിലെ ഇലക്ട്രോൺസും ഇവിടെ വരുമല്ലോ. അപ്പോൾ ഈ ഇലക്ട്രോൺ ക്ലൗഡുകൾ തമ്മിലുള്ള റിപ്പൾഷൻ വളരെ കൂടുതലായിരിക്കും. റിപ്പൾഷൻ വളരെ കൂടുതലായതുകൊണ്ട് തന്നെ ഈ ബോണ്ട് വെരി വീക്കാണ്. വെരി വീക്കായിട്ടുള്ള ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ നമുക്ക് വളരെ കുറച്ച് എമൗണ്ട് ഓഫ് എനർജി ചിലവാക്കിയാൽ മതി. ദാറ്റ്സ് വൈ ബോണ്ട് ഡിസോസിയേഷൻ എനർജി ഓഫ് fluorine is very low compared to Cl and Br dissociation energy. Then ക്ലോറിനിലേക്ക് വരുമ്പോഴത്തേക്കും ക്ലോറിനിൽ 3p ആണ് ഇലക്ട്രോൺ വരുന്നത്. അതുകൊണ്ട് തന്നെ റിപ്പൾഷൻ കുറച്ച് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ക്ലോറിൻ ബോണ്ട് കുറച്ചുകൂടെ സ്ട്രോങ് ആണ്, ഫ്ലൂറിനെ അപേക്ഷിച്ച് സ്ട്രോങ് ആണ്. അതുകൊണ്ട് അത് ബ്രേക്ക് ചെയ്യാൻ കൂടുതൽ എനർജി വേണം. നമ്മൾ പീരിയോഡിക് ടേബിളിൽ തന്നെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഹാലജൻ ഫാമിലി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ബോണ്ട് ഡിസോസിയേഷൻ എനർജി വേണ്ടത് ആർക്കാണ്? ക്ലോറിനെയാണ്. അല്ലെങ്കിൽ Cl2 മോളിക്യൂളിൽ ഈ ഒരു Cl ബോണ്ട് ബ്രേക്ക് ചെയ്യാനാണ് കൂടുതൽ എനർജി ആവശ്യമായിട്ട് വരുന്നത്. ക്ലോറിൻ മുതൽ താഴേക്ക് ഡൗൺ ദി ഗ്രൂപ്പ് കൺസിഡർ ചെയ്യുമ്പം ഡിസോസിയേഷൻ എനർജി ഡിക്രീസ് ചെയ്ത് വരുന്നൊരു ട്രെൻഡ് തന്നെയാണുള്ളത്. പക്ഷേ ഫ്ലൂറിൻ്റെ കേസിൽ ഈ ഒരു ഇലക്ട്രോൺ റിപ്പൾഷൻ കൊണ്ടുണ്ടാവുന്ന അൺസ്റ്റെബിലിറ്റി കാരണം ഫ്ലൂറിൻ ബോണ്ട് വീക്കാവുകയും അതുകൊണ്ട് തന്നെ നമുക്ക് വെരി ലെസ് എമൗണ്ട് ഓഫ് എനർജി മാത്രം മതി ആ ഒരു ബോണ്ടിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ് നമുക്ക് റിഡക്ഷൻ പൊട്ടൻഷ്യലാണ് കൺസിഡർ ചെയ്യാനുള്ളത് കേട്ടോ. റിഡക്ഷൻ പൊട്ടൻഷ്യൽ. അപ്പോൾ റിഡക്ഷൻ പൊട്ടൻഷ്യലിൻ്റെ വാല്യൂസ് ഇവിടെ തന്നിട്ടുണ്ട്. ജസ്റ്റ് നമ്മൾ നോക്കിയാൽ കാണാം. ഇവിടെ തന്നിരിക്കുന്നത് E0 2x മൈനസ് ആണ്. അതായത് ഹാലൈഡ് അയോൺസ് ആവുന്ന ആ ഒരു ഫോമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ റിഡക്ഷൻ പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ ഡൗൺ ദി ഗ്രൂപ്പ് ഡിക്രീസ് ചെയ്താണ് വരുന്നത്. അപ്പോൾ ഈ എല്ലാ ഹാലജൻസിനും നോക്കിക്കേ, പോസിറ്റീവ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ ആണുള്ളത്. ദാറ്റ് മീൻസ് ഓൾ ആർ ഗുഡ് ഓക്സിഡൻസ് എന്ന് പറഞ്ഞാൽ ഓക്സിഡൈസിങ് ഏജൻസ്. ദേ ആർ ഗുഡ് ഓക്സിഡൻസ്. അപ്പം സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ അല്ലെങ്കിൽ ഇപ്പം ഇവിടെ F2 F- ആവുന്നുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് വാല്യൂ ആണ്.
ദാറ്റ് മീൻസ് ദേ ആർ ഗുഡ് ഓക്സിഡൻസ്. അപ്പോൾ ഈ ഒരു ഓക്സിഡേഷൻ പവർ ഡൗൺ ദി ഗ്രൂപ്പ് ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുക. ഏറ്റവും മോസ്റ്റ് പവർഫുൾ ഓക്സിഡൻ്റ് ആയിട്ടുള്ളത് ആരാണ്? F2 ആണ്. F2 ഇസ് ദി മോസ്റ്റ് പവർഫുൾ ഓക്സിഡൻറ്റ് ആൻഡ് I2 ഇസ് ദി ലീസ്റ്റ്. അപ്പോൾ ഡൗൺ ദി ഗ്രൂപ്പ് ഓക്സിഡൻറ്റ് കപ്പാസിറ്റി എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഫ്ലൂറിനാണ് ഏറ്റവും മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള ഓക്സിഡൻറ്റ് എന്ന് പറയുന്നത് F2 ആണ്. അപ്പോൾ ഇതിന് പവർഫുൾ ഓക്സിഡൻറ്റ് മീൻസ് എന്താണ്? ദ കപ്പാസിറ്റി ടു ഗെറ്റ് റെഡ്യൂസ്ഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിന് X2 എന്നുള്ളൊരു ഫോമിൽ നിന്നും റെഡ്യൂസ് ചെയ്ത് ഹാലൈഡ് അയോണായി റെഡ്യൂസ് ചെയ്യപ്പെടാനുള്ള ആ ഒരു കപ്പോസിറ്റി അല്ലെങ്കിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0യിൽ നിന്നും -1ലേക്കാണ് പോകുന്നത്. ദാറ്റ് മീൻസ് ഹാലൈഡ് അയോണായി റെഡ്യൂസ് ചെയ്യപ്പെടാനുള്ള ആ ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നത് ഹയസ്റ്റ് ആർക്കാണ്? ഫ്ലൂറിനാണ്. ദാറ്റ് മീൻസ് ഫ്ലൂറിൻ ഈസ് ദ മോസ്റ്റ് പവർഫുൾ ഓക്സിഡൻറ്റ്, ലീസ്റ്റ് ഫോർ അയഡിൻ. ദാറ്റ് മീൻസ് അയഡിൻ ഈസ് ദ ലീസ്റ്റ് പവർഫുൾ ഓക്സിഡൻറ്റ്. അപ്പോൾ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഹാലൈഡ്സിൻ്റെ കേസിൽ പോസിറ്റീവ് വാല്യൂസാണ് വരുന്നത്. ദാറ്റ് മീൻസ് ദേ ആർ ഓക്സിഡൻസ്. ഓക്സിഡൻസ് മീൻസ് എന്താണ്? ഗെറ്റ് റെഡ്യൂസ്ഡ്, ഈസിലി ഗെറ്റ് റെഡ്യൂസ്ഡ്. ഇനി ഹാലൈഡ് അയോണായി റെഡ്യൂസ് ചെയ്യപ്പെടാനുള്ള ടെൻഡൻസി ഏറ്റവും കൂടുതൽ വരുന്നത് മോസ്റ്റ് പവർഫുൾ ഓക്സിഡൻ്റ് ആയിട്ടുള്ള F2-നാണ്. ഏറ്റവും ലീസ്റ്റ് വരുന്നത് ലീസ്റ്റ് പവർഫുൾ ഓക്സിഡൻ്റ് ആയിട്ടുള്ള I2-നാണ്. ഓക്കെ.